ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ രഞ്ജു ഫ്രം വൈക്കി സൗണ്ട് അക്കാഡമി. ഇന്നത്തെ വീഡിയോ എല്ലാം ഐഫോൺ അതേപോലെ ഐപാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഐഫോണും ഐപാഡും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗരാജ് ബാൻഡ്. ഒരുപാട് ആൾക്കാർ എന്നോട് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എങ്ങനെ അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു കെറോക്കെ അതിനകത്ത് പാടിയിടാൻ പറ്റുമോ, റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഒരുപാട് ഡൗട്ട്സ് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അങ്ങനത്തെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ അതിനകത്ത് കെറോക്കെ പാടി അതേപോലെ വോയിസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് ഉണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ഗരാജ് ബാൻഡാണ്. നമുക്ക് കാണാം സ്ക്രീനിൽ ഈ ഒരു ഗിറ്റാറിന് പടമുള്ള ഒരു ആപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ ആപ്പ്, മേഡിൽ നിന്ന് രണ്ടാമത്തെ ആപ്പ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് മാറ്റേണ്ടി വരും. കാരണം പോർട്രേറ്റ് മോഡല്ല, ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ സ്ക്രീനിൽ മുകളിൽ നിങ്ങൾക്കൊരു പ്ലസ് സൈൻ കാണാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്ട്സൊക്കെ ഇവിടെ കാണിക്കും. അതല്ല നിങ്ങളിപ്പോൾ പുതിയതായിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ സ്ക്രീനിൻ്റെ അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു പ്ലസ് സൈൻ. ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഓപ്ഷൻസ് വരും. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓഡിയോ റെക്കോർഡിംഗ് ആണോ, സ്ട്രിങ്സ് ആണോ, സ്ട്രിങ്സ് എന്ന വയലിൻ അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ, ബേസ് ആണോ, ബേസ് ഗിറ്റാറാണോ, അതേപോലെ ഗിറ്റാറാണോ, അക്കോസ്റ്റിക് ഗിറ്റാറാണോ, ഇലക്ട്രിക് ഗിറ്റാറാണോ, പിന്നെ കുറേ വേൾഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ പിപ്പ, അതേപോലത്തെ എരു എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, വേൾഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയും, അതാണോ, അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ, ഡ്രമ്മറാണോ. ഇപ്പോൾ ഈ ഡ്രമ്മർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് ഡ്രംസും കാര്യങ്ങളൊക്കെ വായിച്ച് തരും. അപ്പോൾ അത് നമുക്ക് ഇലക്ട്രോണിക് അതിന് തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് കൂടി ഉണ്ട്. അക്കോസ്റ്റിക് ഡ്രംസ് ഉണ്ട്, ഇലക്ട്രോണിക് ഡ്രം ഉണ്ട്, പിന്നെ മോർ ഡ്രമ്മേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അതാണ് മോർ ഡ്രമ്മേഴ്സ്. അതേപോലെ എക്സ്റ്റേർണൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഐഫോണിൽ പല ആപ്പുകൾ കിട്ടും, നമുക്ക് പുറത്തു നിന്ന് നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ കുറേ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പ് വഴി നമുക്ക് ഈ ഗരാജ് ബാൻഡിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും ആ ആപ്പ് വായിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞേക്കുന്നത് ഓഡിയോ യൂണിറ്റ് എക്സ്റ്റൻഷൻസ് നമുക്ക് പ്ലഗിൻ വെച്ചിട്ട് നമുക്ക് ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ആപ്പാണ്. ആൻഡ്രോയിഡ് മൊബൈലിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടില്ല. ഇതുകൊണ്ട് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ആപ്പാണ്. അതേപോലെ സൗണ്ട് ലൈബ്രറി, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ടോൺസ് അതേപോലെ ഫ്രീ ഇൻസ്ട്രുമെൻറ്റ്സ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത്. ആ ഒരു ഓപ്ഷൻ. കീബോർഡാണോ, അതായത് നമുക്ക് പിയാനോ ആയിട്ട് വായിക്കാം, സിന്തുകൾ വായിക്കാം, പല ഇലക്ട്രിക് പിയാനോസ് ഉണ്ട്. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ കീബോർഡിനുള്ളിൽ കിട്ടും. പിന്നെ ഡ്രംസ് ഇത് നമുക്ക് മാനുവലി വായിക്കാൻ പറ്റിയൊരു ഡ്രംസാണ്. നേരത്തെ കണ്ട ഡ്രമ്മർ എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഒരു ഡ്രമ്മർ തന്നെ വായിച്ച് തരാൻ നമുക്ക് ഓട്ടോമാറ്റിക് റെക്കോർഡഡ് ആയിട്ടുള്ള കുറേ ഡ്രംസ് ഉണ്ട്, അത് നമുക്ക് വായിച്ച് എടുക്കാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് ഡ്രംസ് നമ്മൾ മാനുവലി കൈകൊണ്ട് വായിച്ചെടുക്കണം, അതാണ് ഈ ഡ്രംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തന്നെ സ്മാർട്ട് ഡ്രംസ് ഉണ്ട്, അക്കോസ്റ്റിക് ഡ്രംസ് ഉണ്ട്, ബീറ്റ് സീക്വൻസ് നമുക്ക് ബീറ്റ് സീക്വൻസ് ചെയ്തെടുക്കാൻ പറ്റും, പല സൗണ്ടുകൾ വേറെ ഉണ്ട്. പിന്നെ ഈ ആംപ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിലോട്ട് നമ്മൾ ഐറിഗോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഗിറ്റാർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് ആമ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആരെങ്കിലും ഗിറ്റാർ വായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഇലക്ട്രിക് ഗിറ്റാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആമ്പ് ത്രൂവേ പോവുള്ളൂ. അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ഒച്ച പുറത്ത് കേൾക്കാൻ പറ്റും, പക്ഷേ ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതൊരു ആമ്പോ പെഡൽ, ഒരു ഗിറ്റാർ പെഡൽ ത്രൂവേ നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്റ്റേർണൽ ആമ്പ് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആമ്പിൻ്റെ ഓപ്ഷൻ. താഴെ തന്നെ കുറച്ച് ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ക്ലീൻ സൗണ്ടാണോ വേണ്ടത്, ഡിസ്റ്റോർഷൻ സൗണ്ട്, രണ്ടാമത്തെ ഡിസ്റ്റോർട്ടഡ് ആ സൗണ്ടാണോ വേണ്ടത്, ബേസ് ആണോ വേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവർ ഓൾറെഡി ഇതിനകത്ത് തരുന്നുണ്ട്. അതേപോലെ ഓഡിയോ റെക്കോർഡർ നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലോട്ട് തിരിച്ചു വന്നു. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ കൂടുതൽ കെറോക്കെ പാടി ഇടാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് നോക്കണേ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് വോയിസാണ് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ വോയിസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തരും. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇൻ കൊടുത്തിട്ടുണ്ട്, ഒരു ജാക്കിൻ്റെ പടമുണ്ട്. അത് നമുക്ക് എത്രമാത്രം ലെവൽ ഇതിനകത്തേക്ക് വരേണ്ടതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ലെവലാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഔട്ട് കാണാൻ പറ്റും. അതിനെ തൊട്ട് താഴെ അതിൻ്റെ മോണിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫായി കിടക്കാണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മോണിറ്റർ ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഹെഡ്ഫോൺ കൊടുക്കണം. കാരണം മോണിറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കറാണ്. സ്പീക്കർ ഞാനിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് വളരെ ലൗഡായിട്ടുള്ളൊരു നോയ്സ് കയറി വരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ ലൈവ് ഷോക്ക് മൈക്ക് സ്പീക്കറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഹൗളിംഗ് സൗണ്ട് വരും. കീ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സൗണ്ട് കയറി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും കണ്ടോ ഇത് ഓൺ ആവത്തില്ല. കാരണം ടു യൂസ് മോണിറ്ററിങ് കണക്ട് എ പെയർ ഓഫ് ഹെഡ്ഫോൺസ്. കാരണം ഹെഡ്ഫോൺ കണക്ട് ചെയ്യാണ്ട് ഇത് ഓൺ ആവത്തില്ല. കാരണം അതിനറിയാം ഐഫോണിൻ്റെ മൈക്കും അടുത്താണ്, അതേപോലെ സ്പീക്കറും അടുത്താണ്. അപ്പോൾ രണ്ടും കൂടി ഒപ്പം ഓൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ടാണ് അതിപ്പോൾ ഓൺ ചെയ്യാൻ സമ്മതിക്കാത്തത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഹെഡ്ഫോൺ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, ഡെമോ പർപ്പസ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് എപ്പോഴും റെക്കോർഡ് ചെയ്യാവും, അല്ലാണ്ട് റെക്കോർഡ് ചെയ്യരുത്. അല്ലാണ്ട് റെക്കോർഡ് ചെയ്താലും നിങ്ങൾക്ക് മോണിറ്റർ ഓൺ ആക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് സെറ്റിംഗ്. പിന്നെ കുറച്ച് സെൻറ്ററിൽ കുറച്ച് സെറ്റിങ്സ് അവർ തന്നിട്ടുണ്ട്. ടോൺ, പിച്ച് കൺട്രോൾ, കംപ്രഷൻ, ഡ്രൈവ്, വോക്കൽ ഹോൾ എന്ന് പറയുന്നത് റിവേർബാണ്, എഫക്റ്റാണ്. നിങ്ങളിപ്പോൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോണിറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് എല്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിൽ അത് കേൾക്കാൻ പറ്റും. ഈ സെറ്റിങ്സ് ടോൺ മാറ്റി കഴിഞ്ഞാൽ ടോണിന് മാറ്റം വരും, പിച്ചിൽ മാറ്റം വരും, കംപ്രഷൻ ആക്കി കഴിഞ്ഞാൽ മാറ്റം വരും, ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോർഷൻ സൗണ്ടാണ്, അതിന് മാറ്റം വരും. അതേപോലെ വോക്കൽ ഹോൾ എഫക്റ്റ് എത്ര വേണം അത് നിങ്ങൾക്ക് ആ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതാണ് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ബേസിക് സെറ്റിങ്സിനകത്ത് അവർ തന്നേക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ വിൻഡോയിലോട്ട് പോകാം. ഇതിൻ്റെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുകളിൽ കാണുന്നതിലും രണ്ടാമത്തെ ഒരു സംഭവമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ വിൻഡോ. ഇവിടെയാണ് നമ്മൾ ഓരോ ട്രാക്കുകളായിട്ട് റെക്കോർഡിങ് ചെയ്യണം. ഇപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു മൈക്കിൻ്റെ പടമുണ്ട്, അവിടെയാണ് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യണേ. അതേപോലെ മെയിലിലത്തെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മെയിലിലത്തെ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഡ്രോപ്പ് ഡൗൺ, അത് നമ്മുടെ പ്രോജക്ട്സ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ഓരോരോ സോങ്സ്, നിങ്ങളിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ സോങ്സിൻ്റെ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു പാട്ടാണെങ്കിൽ അടുത്തതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ പുതിയ സോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടാമത്തെ പ്രോജക്റ്റ് ആവും. അപ്പോൾ ആ പ്രോജക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച പോലെ സ്ട്രിങ്സ് ആണോ, ഗിറ്റാറാണോ, ബേസ് ആണോ, അങ്ങനത്തെ സംഭവമാണ് ആദ്യത്തെ സ്ക്രീനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എടുത്ത പോലെ നമ്മുടെ ആ മൈക്കിൻ്റെ ആ ഒരു ട്രാക്കിൻ്റെ എഫക്ട്സ് എല്ലാം കാണിക്കും. ഇപ്പോൾ ടോണാണോ, പിച്ചാണോ, ഇൻപുട്ട് ലെവലാണോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇൻപുട്ട് ലെവൽ മൈക്കിൻ്റെ ലെവലാണോ, റൈറ്റ് സൈഡിലുള്ള ഈ മോണിറ്ററിംഗ് ലെവലാണോ, ഔട്ട്പുട്ടാണോ, അതെല്ലാം നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ മെയിൻ സ്ക്രീനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മിക്സറിൻ്റെ പടം കണ്ടോ. ഇതിനകത്താണ് നമ്മളെല്ലാം ഓരോരോ ട്രാക്കിൻ്റെ എഫക്ട്സ് എത്രയാണ്, അതിൻ്റെ വോല്യൂം എല്ലാം പാനിങ് ലെഫ്റ്റിലോട്ട് ആക്കണോ റൈറ്റിലോട്ട് ആക്കണോ, അത് മ്യൂട്ട് ചെയ്യണോ, ഈ ഒരു ചിഹ്നം മ്യൂട്ടിൻ്റെയാണ്. പിന്നെ ഹെഡ്ഫോണിൻ്റെ ചിഹ്നം അത് സോളോ ആക്കണോ, പിന്നെ എന്തെങ്കിലും പ്ലഗിൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടോ, പ്ലഗിൻസ് പറയുന്നത് അതിൻ്റെ എഫക്ട്സും അതിൻ്റെ ട്രിബിൾ ബേസ് അങ്ങനത്തെ കാര്യങ്ങൾ, കംപ്രഷൻ എത്ര വേണം, മാസ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, എക്കോ, റിവേർബ്, ഇതെല്ലാം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ആരോ കാണാം, ആ ഒരു മൈക്കിൻ്റെ ചിഹ്നം, അതിനർത്ഥം ആ ഒരു ട്രാക്കിൻ്റെ മാത്രമായിട്ടുള്ള എഫക്ട്സ് ആണത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിൽ ഒരു ഓഡിയോ റെക്കോർഡറിന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഓഡിയോ റെക്കോർഡറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല എഫക്ട്സുകൾ ഇവിടെ തന്നെ കിട്ടും കണ്ടോ. ക്ലീനാണോ, മോൺസ്റ്റർ, ഇപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ എഫക്ട്സ് ആണ്, റോബോട്ടിന് എഫക്റ്റ് ആണോ, ഡ്രീമി എഫക്റ്റ് ആണോ, ബുൾഹോൺ എഫക്ട്സ് ആണോ, അത് ഫൺ എഫക്ട്സ് ആണോ കണ്ടോ, ഫൺ എഴുതിയിട്ടുണ്ട്. വോക്കൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ് വോക്കൽസ് ആണോ, റേഡിയോ റെഡി ആണോ, പഞ്ച്, അതൊക്കെ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഓരോരോ സംഭവം സെലക്ട് ചെയ്യുമ്പോൾ ഓരോരോ സെറ്റിങ്സിന് മാറ്റം വരും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓരോരോ വോയിസിന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രീസെറ്റ് സംഭവമാണ്. അത് നിങ്ങൾക്ക് ഓരോരോ എഫക്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു മൈക്ക് വെച്ചിട്ട് നിങ്ങൾ അക്കോസ്റ്റിക് ഗിറ്റാർ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. കീബോർഡ് എടുക്കണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓരോരോ എഫക്ട്സ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മിക്സർ വിൻഡോ. ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഡിജിറ്റൽ എഫക്ട്സ് ആണ്. നമുക്ക് വോയിസിന് എന്തെങ്കിലും ഒരു മോഡുലേഷൻ കൊടുക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം. ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പാഡ് പോലത്തെ സംഭവമാണ്, മൗസ് പാഡ് പോലെ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് ആ ഒരു വോയിസിന് ചെറിയ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത്, ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അത് പ്ലേ ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്തിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓഡിയോ സെറ്റിങ്സിന്. ഇനി അടുത്ത സെറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ഈ കേഴ്സർ ലെഫ്റ്റിലോട്ട് ആക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റ് ആരോ കണ്ടോ, ലെഫ്റ്റിലോട്ട് പോയി ഇത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് മെട്രോണോമാണ്. മെട്രോണോം എന്ന് പറയുന്നത് ബീറ്റ്, നമ്മുടെ റിതം താളം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മെട്രോണോം ഇടാറുണ്ട്. അത് മെട്രോണോം നിങ്ങളിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ മെട്രോണോം ഇട്ടിട്ട് വേണം വായിക്കാൻ. അപ്പോൾ എപ്പോഴും മെട്രോണോമിൻ്റെ ഓപ്ഷൻ. ഇത് അൺഡു ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. പിന്നെ ലൂപ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങളുടെ കെറോക്കെ നിങ്ങളുടെ ഈ പ്രോജക്റ്റിലോട്ട് ഇടുക. അപ്പോൾ ഇവിടെ ആപ്പിൾ ലൂപ്സ്, ഇതിനകത്ത് ഒരുപാട് ലൂപ്സ് കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ലൂപ്പുകളാണ്. നമ്മുടെ ഐഫോൺ തന്നെ നമുക്ക് തന്നേക്കണേ, ഈ ആപ്പ് തന്നെ നമുക്ക് തന്നേക്കണ കുറേ ബീറ്റുകൾ കണ്ടോ. ഇതൊക്കെ നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ പ്ലേ ആവും കണ്ടോ. പിയാനോകളുണ്ട്, എല്ലാം ഓരോരോ എഫക്റ്റ് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അല്ല വേണ്ട, നിങ്ങൾക്ക് കെറോക്കെയാണ് വേണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ആപ്പിൾ ലൂപ്സ് ഫയൽ മ്യൂസിക് എടുക്കുന്നുണ്ട്. ആ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ബ്രൗസ് ഐറ്റംസ് ഫ്രം ഫയൽസ് ആപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫയൽ ആപ്പിൽ കിടക്കുന്ന എന്തെങ്കിലും പാട്ടുകളോ എന്തെങ്കിലും കെറോക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഡെമോന് വേണ്ടി ഒരു പാട്ടിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് കണ്ടോ. ടച്ച് ആൻഡ് ഹോൾഡ് ട്രാക്സ്, AIFF, വേവ് ഫോർമാറ്റ്, CAF, ആപ്പിൾ ലൂപ്സ്, അതെല്ലാം MP3 എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് പിടിച്ചിടാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രാക്ക് വേവ് ഫോർമാറ്റാണ്. ദെൻ കണ്ടോ പ്ലേ ആയി. ഇനി ജസ്റ്റ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ
അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് ഇടാം. കണ്ടോ കണ്ടോ, ആ ട്രാക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ താളം തെറ്റി കിടക്കുകയാണ്. അത് മെട്രോണോം ഓഫ് ചെയ്യാം, കാരണം ഇത് ഓൾറെഡി കെറോക്കെയാണ്. അപ്പോൾ ഓൾറെഡി ഇത് ടൈമിങ്ങിലാണ്. അപ്പോൾ പിന്നെ മെട്രോണോം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ചെയ്യാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം മേളിൽ ഇതിനെ ബാറുകൾ കാണിക്കുന്നുണ്ട്. ഈ നമ്പേഴ്സ് 1 2 3 മുകളിൽ നിങ്ങൾക്ക് കാണാം 4 5, ഇതെല്ലാം ഇതിനെ ഒരു ബാർ എന്ന് പറയണേ. ഇപ്പോൾ സെക്കൻഡ് ബാർ, തേർഡ് ബാർ അങ്ങനെയാണ്. അപ്പോൾ അതിന് ഏറ്റവും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് 8 ബാറേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ തൊട്ട് സൈഡിൽ ഒരു പ്ലസ് സൈൻ കണ്ടോ, റൈറ്റ് സൈഡിൽ. ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാറുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും, എത്ര വേണമെങ്കിൽ. ഇപ്പോൾ ഒരു അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇട്ടാലും മതി. ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഓഡിയോ പിടിച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്, ഇനി ഞാൻ ആ ഓഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ആ ഓഡിയോ പിടിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ കണ്ടോ, സോങ് പകുതി വരെ വന്നിട്ടുള്ളൂ, സോങ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, മുകളിൽ ഡിലീറ്റിന് ഓപ്ഷൻ വരും, അത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടി ഈ പറഞ്ഞ പോലെ ട്രാക്ക് എടുത്തിടാം. അതിന് നമ്മൾ ഈ ആപ്പ് ലൂപ്സിൽ പോവാം, ഫയൽസിൽ പോവാം. ഈ പാട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിടിച്ചിടാം. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ പാട്ട് ഫുൾ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓർത്താൽ മതി. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഡബിൾ പിൻ ചെയ്ത്, നിങ്ങൾക്ക് നമ്മൾ നോർമലി ഐഫോണിൽ ഫോട്ടോ ഒക്കെ സൂം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സൂമും അതൊക്കെ മാറ്റാൻ പറ്റും. ജസ്റ്റ് ഓർത്താൽ മതി. ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെക്ഷൻ എ എന്ന് പറയുന്നത് അവിടെ ഓട്ടോമാറ്റിക് ആക്കിയാൽ മതി. ഓട്ടോമാറ്റിക് ആക്കിയില്ലെങ്കിൽ ആ കറക്റ്റ് ബാറിൽ വെച്ച് ആ പാട്ട് തീർന്നു പോകും. ഓട്ടോമാറ്റിക് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇതിൽ വന്നോളും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കെറോക്കെ ആയിട്ടുണ്ട്, മുകളിൽ പോവാം, നിങ്ങളുടെ വോയിസ് ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കെറോക്കയുടെ വോളിയം വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് സൈഡിലോട്ട് വലിക്കുക. ഇവിടെ ഒരു സംഭവം കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ, അത് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോ ട്രാക്ക് മുകളിൽ കാണിക്കുന്നുണ്ട്, താഴെ നമ്മുടെ കെറോക്കയുടെ ട്രാക്ക്. അപ്പോൾ കെറോക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് വയ്ക്കണമെങ്കിൽ കുറച്ച് വയ്ക്കാം, വോയിസ് ലെവൽ കുറവാണെങ്കിൽ കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ പാട്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അതേപോലെ നിങ്ങളുടെ വോയിസും നിങ്ങൾക്ക് പാടാം ആ കേട്ടിട്ട്. അപ്പം നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾക്ക് ആ കെറോക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അത് പാടിയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ആ സംസാരിച്ചത് മൊത്തം റെക്കോർഡിംഗ് ആയിട്ട് വന്നു. ഇപ്പോൾ ബൈ ചാൻസ് ഇതിൻ്റെ താളം കുറച്ച് മാറി കിടക്കുകയാണ്, നിങ്ങൾ പാടിയത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്ത് പിടിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ടൈമിങ്ങിൽ പിടിച്ചിടാം. ഇനി ബൈ ചാൻസ് ഇത് നിങ്ങൾക്ക് പിടിച്ചിടാൻ പറ്റില്ലെങ്കിൽ ഇത് ജസ്റ്റ് സൂം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് എത്ര ടൈമിംഗ് നോക്കണ്ടേ ആ ടൈമിങ്ങിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഇങ്ങനെ ഓരോരോ സെക്കൻഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് നീക്കി ഫ്രെയിം വെച്ച് തന്നെ നീക്കി പോകാൻ പറ്റും. ഇനി ബൈ ചാൻസ് ഇത് ശരിയായില്ല, ഇത് നിങ്ങൾക്ക് കളയണമെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് ഡബിൾ ടച്ച് ചെയ്യുക. കട്ട്, കോപ്പി, ഡിലീറ്റ് എല്ലാ സംഭവം ഇതിൻ്റെ മേളിലുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പകുതി വെച്ച് ഇത് പകുതി വരെ ശരിയാണ്, അത് കഴിഞ്ഞിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് സൈഡിൽ പിടിച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ചെയ്യാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സിൽ മാറ്റാൻ പറ്റും. ഉണ്ടോ? ഓക്കെ, ഇനി ഇതിൻ്റെ മേളിൽ കുറച്ചുകൂടി സെറ്റിങ്സ് ഉണ്ട്. ആ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ സെറ്റിങ്സിലെ ആപ്പിൽ മെട്രോണോം ആൻഡ് കൗണ്ടിൻ. മെട്രോണോം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ താളം കിട്ടാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റാണ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താളം കിട്ടാൻ വേണ്ടിയാണ് മെട്രോണോമിൻ്റെ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത്. അതെപ്പോഴും നമ്മൾ മെട്രോണോം ഓൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ഗിറ്റാറായാലും കീബോർഡായാലും നമ്മൾ വായിക്കത്തുള്ളൂ. അതാണ് ഈ മെട്രോണോം. കൗണ്ടിൻ എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 2 3 4 ആ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് കിട്ടും. ചാടി കയറിയ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവില്ല. ഒരു 4 കൗണ്ടിൻ്റെ ടൈമിംഗ് കിട്ടും, അത് കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. അതാണ് കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ടെമ്പോ എന്ന് പറയുന്ന സോങ്ങിൻ്റെ നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെമ്പോ സെറ്റ് ചെയ്യേണ്ടി വരും. ടൈം സിഗ്നേച്ചർ അതിന് റിതമാണ്, അത് 4/4 ആണോ 6/8 ആണോ 3/4 ആണോ അതെല്ലാം നിങ്ങൾക്ക് ടൈം സിഗ്നേച്ചർ ചെയ്യാൻ പറ്റും. ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സ്കെയിലാണ്. സി ആണോ, എഫ് ആണോ, എഫ് മൈനർ ആണോ, ജി മൈനർ ആണോ, അതെല്ലാം കീ സിഗ്നേച്ചറാണ്. ഇതെല്ലാം കെറോക്കേക്ക് നിങ്ങൾക്ക് ആവശ്യം വരില്ല. കെറോക്കെ ആണ് നിങ്ങൾ പാടണമെങ്കിൽ ആവശ്യം വരില്ല. നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് തൊട്ട് റെക്കോർഡിങ് ചെയ്യണം. ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാനാണ്, മ്യൂസിക് പ്രൊഡക്ഷനാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. ടൈം റൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിംഗ് ആ റൂളറാണ്, മേലത്തെ റൂളറിനെ കുറിച്ചാണ്. ഫേഡ് ഔട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോങ്ങിൻ്റെ അറ്റം സഡനായിട്ട് സ്റ്റോപ്പ് ആവേണ്ട ഒരു വോല്യൂം ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് അതായിക്കോളും. നോട്ട് പാഡ് നമുക്ക് നോട്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഈ ജാം സെഷൻ എന്ന് പറയുന്നത്
മൾട്ടിപ്പിൾ ഐഫോൺ, ഇപ്പോൾ 2-3 ഐഫോൺ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഇൻസ്ട്രുമെൻറ്റ്സ് പല ഐഫോണിൽ വായിച്ച് നിങ്ങൾക്ക് ഒരു ഐഫോണിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ജാം സെഷൻ. പല സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഇതിൽ ഡ്രംസ് വായിക്കും, വേറെ ആൾ അതിൽ ഗിറ്റാർ വായിക്കും, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് ജാം സെഷൻ എന്ന് പറയുന്നത്. ബാക്കി അഡ്വാൻസ് സെക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു കരോക്കെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ. ഇനി നിങ്ങൾ റെക്കോർഡിങ് ചെയ്തു എല്ലാം ഓക്കെയാണ്, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒരു സോങ് ആയിട്ട് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ സോങ്സിന് ഓപ്ഷൻ വരും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മെയിൻ പേജിലോട്ട് വരും, ഗരാജ് ബാൻഡ് റീസെൻറ്റ് പേജിലോട്ട് വരും. അവിടെ മൈ സോങ് ഉണ്ടോ, മൈ സോങ്ങിൻ്റെ തൊട്ട് താഴെ അത് 0 KB അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഷെയറിന് ഓപ്ഷൻ വരും താഴെ. ഷെയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദിക്കും ഇത് സോങ് ആയിട്ടാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് എടുക്കേണ്ടത്, റിംഗ് ടോൺ ആയിട്ടാണോ പ്രൊജക്റ്റ് ആയിട്ടാണോ വേണ്ടത്. അപ്പോൾ നമുക്ക് സോങ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ സോങ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ഹൈ ക്വാളിറ്റി ആണോ ഹയസ്റ്റ് ക്വാളിറ്റി ആണോ നിങ്ങൾക്ക് ക്വാളിറ്റി സെലക്ട് ചെയ്യാം. ഏറ്റവും ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് അൺകംപ്രസ്ഡ് വേവ് ആയിരിക്കും. ഏറ്റവും അടിയിൽ അൺകംപ്രസ്ഡ് വേവ് 44.1. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിസ്റ്റിൻ്റെ നെയിം ആഡ് ചെയ്യാം, കമ്പോസർ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ വേണമെങ്കിലും ആ ഒരു സോങ്ങിന് ആർട്ടിസ്റ്റ് ആൽബം എന്ന് പറയും, അതും നിങ്ങൾക്ക് ചൂസ് ഫോട്ടോ, ഈ ഗിറ്റാറിനെ പടം മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയർ അടിക്കാം. അപ്പോൾ അത് ചോദിക്കും ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അതെല്ലാം നിങ്ങൾക്ക് ഫയൽസിലോട്ടാണെങ്കിൽ ഫയൽസിലോട്ട് സേവ് ചെയ്യാം, വാട്സാപ്പിലോട്ടാണെങ്കിൽ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇന്ന് നമ്മളൊരു 5% പോലും കവർ ചെയ്തിട്ടില്ല, കാരണം അത്രയും ഡീറ്റെയിൽ ആപ്ലിക്കേഷനാണ്. നമ്മളിതിന് ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരാൾക്ക് കരോക്കെ എങ്ങനെ പാടാൻ പറ്റും അതിനുള്ള കാര്യം മാത്രം നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡ്രംസ്, ഗിറ്റാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മ്യൂസിക് പ്രൊഡക്ഷൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള എല്ലാം സൗകര്യം അതിനകത്തുണ്ട്. ബട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലാപ്ടോപ്പിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന ക്വാളിറ്റി ഒരിക്കലും ഒരു ഫോണിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏതൊരു ഫോണിനും അതിൻ്റെ പ്രോസസ്സിംഗ് പവറിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും ഇതിൻ്റെ എഫക്ട്സും അതേപോലെ പ്ലഗിൻസ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അതിനെ ലോഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതൊരിക്കലും ഒരു ഐഫോണിന് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലാപ്ടോപ്പിൽ നമുക്ക് അടിപൊളി എഫക്ട്സ് കിട്ടും, അടിപൊളി ഡിലേ കിട്ടും, റിവേർബ് കിട്ടും, പല EQ കിട്ടും, പല കംപ്രഷൻ കിട്ടും, തേർഡ് പാർട്ടി പ്ലഗിൻസ് കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം പവർ വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫോൺ ഒരിക്കലും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിരുന്ന് സിസ്റ്റത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് ക്ലാസ്സസ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് താഴെക്കാട് നമ്പറിൽ വിളിച്ചു ചോദിക്കാം. അതേപോലെ മൊബൈൽ റെക്കോർഡിംഗ് അതേപോലെ ലാപ്ടോപ്പ് റെക്കോർഡിങ്ങിൻ്റെ ഡിഫറൻസ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഹെഡ്ഫോൺസ് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. കാരണം ഏതൊരു മൊബൈലിൽ അതിൻ്റെ പ്രോസസ്സിംഗ് പവറിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതിന് വിട്ടത് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ചൂടാവും അല്ലെങ്കിൽ ഹാങ് ആവും, അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അതിനകത്തേക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഐഫോൺ ഉണ്ട്, അതേപോലെ അവർക്ക് വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.